കടലപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെയുള്ള ചേരുവ ഞാൻ പറഞ്ഞു തരാം. അതായത് ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന് രണ്ടിനും നമുക്ക് കടലപ്പൊടി യൂസ് ചെയ്യാം. അങ്ങനെ നിയമമൊന്നുമില്ല ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നില്ല. പക്ഷെ ഓൾവേസ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് എൻ്റെ സ്കിൻ ഏതാണ്, ഡ്രൈ ആണോ ഓയിലി ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിൻ ആകുമ്പോൾ കടലപ്പൊടിയുടെ കൂടെ നമുക്ക് സാധാരണ വെള്ളം മിക്സ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞളും ഇത്തിരി ഇത്തിരി നാരങ്ങയുടെ ഇതിങ്ങനെ പിഴിയുമ്പോൾ ആ നീര് എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മുഖത്ത് പുരട്ടുക. 5-10 മിനിറ്റ് അത് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഓരോ ഭാഗം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത്, ചിലവർ ചെയ്യുന്നില്ല, ഇവിടെ മാത്രമല്ല ഇവിടെയും വേണം, ഇവിടെയും ഒക്കെ ചെയ്യണം. ഓക്കെ, ഇതാണ് ഓയിലി സ്കിന്നിൻ്റെ കൂടെ ചേരുന്ന കുറച്ച് കാര്യങ്ങൾ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഈ കടലപ്പൊടിയുടെ കൂടെ നമുക്ക് ആൽമണ്ട് ഓയിൽ, ഹണി, അല്ലെങ്കിൽ ക്രീം, അല്ലെങ്കിൽ മിൽക്ക്, ഇതിലേതെങ്കിലുമാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദിസ്. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ആ വ്യത്യാസങ്ങൾ നമ്മുടെ സ്കിന്ന് വേറെയാണ്, അതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈനെസ് കൂടും, അല്ലെങ്കിൽ കൂടുതൽ ഓയിലി വരും. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ് ടു ക്രാക്ക്. അതായത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങിയിട്ട് അത് പൊട്ടണ വരെ നമ്മൾ മുൾട്ടാണി മെട്ടിയൊക്കെ മാതിരി അങ്ങനെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുക, 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളയുക. ആ സമയത്ത് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടും. ഓക്കെ, ഇത് ആഴ്ചയിൽ ഡെയിലി ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 1 or 2 times ധാരാളം. ഓക്കെ, so ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയും, ആൻഡ് മേ ബി യു ക്യാൻ സെൻഡ് മി എ സെൽഫി ഓർ സംതിങ്.